ഇവിടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യ വകുപ്പ് എന്ന അനാരോഗ്യ വകുപ്പായിട്ട് മാറി. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇവർ 8 മാസം കൂടെ ഇനി മന്ത്രിയായി ഇരുന്നാൽ മോർച്ചറിയിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകും. പിന്നെ മന്ത്രിയുടെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും. നമ്മൾ കേട്ടിട്ടുള്ള ചില തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും. ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ ഗണ്ടകശനി തുടങ്ങി. ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പുമാക്കി. ഇനി 8 മാസം കൂടി ഒരു സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. സർക്കാർ ആശുപത്രിയിൽ 2 കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞി വെച്ച് വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമുക്കറിയാം, ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല. കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാർ വേണം, സ്റ്റാഫ് വേണം, മരുന്ന് വേണം. ഇത് 3 നിലവിലില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1.5 ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് പേപ്പട്ടി കടിച്ചത്. ആ പേപ്പട്ടി കടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത്. അവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, പേപ്പട്ടി കടിച്ചു മരിക്കുന്നതല്ല, പേപ്പട്ടി കടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു. കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിലില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് പ്രതിപക്ഷമാണ് ഉത്തരവാദി? ഞാൻ ഇന്നലെ ചില CPM MLA പറയുന്നത് കേട്ടു, പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക, സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ MLA ചോദിക്കട്ടെ, അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെയാണോ? മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ? ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണ്. ഈ മുഖ്യമന്ത്രിയല്ലേ കുറെ നാൾ മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്ന് നിൽക്കുന്നു, മികച്ച ചികിത്സയാണ്? ഞാൻ ചോദിക്കുന്ന, തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ അന്ന് 2ാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ MLA ഇരിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് 100 സീറ്റുകൾ അവർ സാങ്ഷനാക്കി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം, പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂട്ടിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഫോട്ടോ കണ്ടു ഞാൻ. ആ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുക. അപ്പൊ ഒരു മെഡിക്കൽ കോളേജ്, അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളം. ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ, ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ 1/3 ഇന്ന് കേരളത്തിൽ. കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരില്ലേ, അങ്ങനെയല്ലേ ഇവിടെ ഭരണ തുടർച്ചയുണ്ടായത്? ആ സംസ്ഥാനം കോവിഡ് വന്ന് രോഗികൾ മരിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ വാർത്ത നിപ്പ. എത്ര കാലം ഈ രോഗം വന്ന് പിണറായി വന്നന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴും രോഗം നിന്നിട്ടില്ല. വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു. പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണായത്. കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ്. അപ്പൊ വവ്വാല് വിചാരിച്ച് ഞാനായിട്ട് കുറയ്ക്കണം. ഈ രോഗം വ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു. ഇപ്പോ മരണം വർദ്ധിക്കുന്നു, മരണസംഖ്യ വർദ്ധിക്കുന്നു. മന്ത്രിയാണെങ്കിൽ, ഞാൻ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ മിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നത്. പക്ഷേ അഭിനയിക്കാനും മിടിക്കുകയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോൾ.
അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപം ഞാൻ ഇപ്പോഴും മറന്നില്ല. അവസാനം നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് ഈ വീണ ജോർജ്. സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം കൊലപാതകം നടത്തിയവർ രക്ഷിച്ചു. കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ചെയ്തവരെ സംരക്ഷിക്കുന്നത്. ആ കൊല ചെയ്തവരെ സംരക്ഷിച്ചു.